5 കുരുന്നുകൾക്ക് പൊതുജീവനേകിയ ആലിൻ ഷിറിൻ എബ്രാഹിമിന് വിട നൽകാൻ കേരളം. സംസ്കാരം ഇന്ന് 3 മണിക്ക് പത്തനംതിട്ട മല്ലപ്പള്ളി CSI ചർച്ചിൽ നടക്കും. ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നടക്കുക. പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷിജോ, വൈകിട്ടോടെയാണ് സംസ്കാരം. അല്പസമയത്തിനകം ഈ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ചടങ്ങ്? വലിയ രീതിയിൽ ആ നാട്ടിൽ മാത്രമല്ല കേരളം ആകെ ഒന്നടങ്കം ആ കുഞ്ഞിൻ്റെ വിടവാങ്ങലിന് ആ രീതിയിൽ തന്നെ വളരെ ദുഃഖത്തോടെയാണ് നിൽക്കുന്നത്. എങ്ങനെയാണ് വീട്ടിൽ നിന്നുള്ള വിവരങ്ങൾ? അതിനുശേഷം 3 മണിയോടുകൂടി നെടുങ്ങാടപ്പള്ളി CSI പള്ളിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ പൊന്നോമനയ്ക്ക് കേരളക്കര വിട നൽകും. അങ്ങേയറ്റം വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാണ് ആലിൻ. 10 മാസം മാത്രം പ്രായം നിൽക്കെ മസ്തിഷ്ക മരണം സംഭവിക്കുന്നു. അതിന് പിന്നാലെ 5 കുരുന്നുകൾക്ക് പുതുജീവനേകിയാണ് ആലിൻ ഈ ലോകത്തോട് വിട പറയുന്നത്. അങ്ങനെ ആലിന്റെ ഒരു വലിയ ചിറകിന് ആ ഒരു തണലിലായിരിക്കും ഇനിയിപ്പോൾ കേരളക്കര. ആലിന് എല്ലാവിധ ബഹുമതികളോടും കൂടി വിട നൽകാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് കേരള പൊതുസമൂഹം. മുഖ്യമന്ത്രി തന്നെ ഇന്നലെ പറഞ്ഞിരുന്നു, ആലിന്റെ മാതാപിതാക്കളെ അങ്ങേയറ്റം ഈ വേദനയിലും ആലിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ കാണിച്ച മനസ്സ് കേരളക്കര വലിയ നന്ദിയോടുകൂടി കാണുന്നു എന്നുള്ള കാര്യമൊക്കെ മുഖ്യമന്ത്രിയും മറ്റ് സാംസ്കാരിക നായകന്മാരും എല്ലാം പറഞ്ഞിരുന്നു. അങ്ങനെ നാട് മുഴുവൻ ഒരുപക്ഷെ പലയിടങ്ങളിൽ നിന്ന് പോലും ആലിന് അവസാനമായി വിട നൽകാൻ വേണ്ടി കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഒരുപക്ഷെ കൂടുതൽ ആളുകൾ മല്ലപ്പള്ളിയിലെ വീട്ടിലേക്ക് വന്നേക്കും. എന്തായാലും മല്ലപ്പള്ളിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ആലിന്റെ മൃതദേഹം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം ഒക്കെ പൂർത്തിയാക്കി രാത്രിയോടുകൂടി തന്നെ കുഞ്ഞിന്റെ മൃതദേഹം ബന്ധുക്കൾക്കും മാതാപിതാക്കൾക്കും വിട്ടു നൽകിയിരുന്നു. ആ മൃതദേഹം ഇന്നലെ മുഴുവൻ മല്ലപ്പള്ളിയിലെ മോർച്ചറിയിലായിരുന്നു. 7 മണിയോടുകൂടി കുഞ്ഞിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരും. വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പൊതുദർശനം ഉണ്ടാകും. അവസാനമായി ആലിനെ കാണാൻ വരുന്ന എല്ലാവരും കണ്ട് യാത്ര അയച്ചു നൽകിയതിനു ശേഷമായിരിക്കും നെടുങ്ങാടപ്പള്ളി CSI പള്ളിയിൽ വെച്ച് കുഞ്ഞിന് അന്ത്യവിശ്രമം. എല്ലാവിധ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളും ആലിന് നൽകുകയും ചെയ്യും. ഒരു വീടോ നാടോ മാത്രമല്ല, കേരളമാകെ ആലിൻ്റെ ഈ യാത്രയ്ക്ക് അവരുടെ ഹൃദയത്വം കൊണ്ട് കൂടെയുണ്ട്. മാതൃകാപരമായ ഒരു കാര്യം ചെയ്തുകൊണ്ടാണ് ആലിൻ വിടവാങ്ങിയത്. 5 പേർക്ക്, 5 കുരുന്നുകൾക്ക് ജീവൻ നൽകിക്കൊണ്ടാണ് ആ ജീവൻ ഇവിടെ നിന്ന് വിടവാങ്ങിയത്. ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.